ഹായ് ഗൈസ്, വെൽക്കം ടു ഗായ്സ് ചാനൽ. എൻ്റെ പേര് ഗായത്രി എന്നാണ്. ഞാനിന്ന് നിങ്ങൾക്കായിട്ടൊരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത് ചക്കയപ്പമാണ്. വരിക്കച്ചക്ക വെച്ചിട്ടുള്ളൊരു വിഭവമാണ്. ഗോതമ്പ് പൊടിയും ചക്കയും ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഭവം തന്നെയാണ്. അതിന് മാവ് എടുത്ത് നമ്മൾ വരിക്കച്ചക്ക അരച്ച് ചേർത്ത് കുഴച്ച് നല്ല പരുവത്തിലാക്കി ഇളക്കി നമ്മൾ മാറ്റി വെക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കി അതിന് ശേഷം നമ്മൾ ശർക്കര ചീകി നല്ല രീതിയിൽ എടുക്കുകയാണ്. ചക്കയപ്പത്തിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതാണ് ശർക്കര എന്നുള്ളത്. അത് നമ്മൾ ചിരകി അതിനകത്ത് ചേർക്കാൻ വേണ്ടി ചിരകിയാണ്. പിന്നെ നമ്മൾ തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ പൊട്ടിച്ചു അത് നമ്മൾ ചിരകി എടുക്കണം. ഈ ചിരക നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ? കുഷ്യൻ ചിരവയാണത്. അതിൽ നമ്മൾ തേങ്ങ ചിരവി എടുക്കുകയാണ്. ചക്കയപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവുകയാണ്. തേങ്ങ ഇച്ചിരി വായിൽ നമുക്ക് തിരുമ്പുമ്പോൾ ഇച്ചിരി എടുത്ത് കഴിച്ചില്ല നമുക്കൊരു സമാധാനം വരില്ലല്ലോ. എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഈ തേങ്ങ ചിരകുക എന്നുള്ളത്. ഗൈസ്, നമ്മൾ വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. വാഴയിലക്കകത്ത് മാവ് പരത്തി ആണിത് നമ്മളുണ്ടാക്കുന്നത്. വാഴയില ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ പൊട്ടാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വാഴയില ഒന്ന് വാട്ടി എടുത്തിട്ട് അതിനകത്താണ് നമ്മൾ ഈ മാവ് പരത്തി അതിൽ ശർക്കരയും തേങ്ങയും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നൊരു വിഭവം തന്നെയാണ്. മക്കൾസിന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുത്തതാണ്. എല്ലായിടവും നമ്മൾ ചെയ്യുന്നത് തന്നെ. അതിന് നമ്മൾ ഇഡ്ഡലി കുട്ടത്തിൽ വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ മാവ് നല്ല ഇലയിൽ പരത്താനായിട്ട് മാവ് എടുക്കുകയാണ്. എടുത്ത് മാവ് നല്ലപോലെ ഇലയിൽ പരത്തി നല്ല കനം കുറച്ച് പരത്തി എടുക്കുകയാണ്. പരത്തി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ നല്ല സ്ലിമ്മായിട്ട് നല്ല കട്ടി കുറച്ചിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ ശർക്കര തേങ്ങയും കൂടെ മിക്സാക്കിയിട്ട് നമ്മൾ അതിനകത്തോട് ചേർത്ത് ഇല മടക്കി ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനായിട്ട് ഇഡ്ഡലി കുട്ടൻ തുറക്കാൻ വയ്യ ഗൈസ്, തുറക്കാൻ വയ്യ. ചൂട് തുറക്കാൻ വയ്യ. ചൂട് വെള്ളം ദേഹത്ത് വീഴും. സ്ലിമ്മിലോട്ടിട്ടിട്ട് വീണ്ടും തുറക്കാൻ ശ്രമിക്കുകയാണ്. പറ്റുന്നില്ല. തുറന്നിട്ടുണ്ട്. തുറന്ന് അതിലേക്ക് ഓരോന്നായി നമ്മൾ പതുക്കി വെച്ച് അടച്ച് നമ്മുടെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. കാസ്ട്രോളിനകത്തോട്ട് മാറ്റി കുറച്ച് രണ്ടാമത്തെ പ്രാവശ്യം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തം നമുക്ക് കാസ്ട്രോളിലേക്ക് മാറ്റിയിട്ട് ബാക്കി പറക്കി വെക്കാം. അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയണ്ടേ. അതുകൊണ്ടോ നല്ല ചൂട് ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. ബേക്കറി സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതിനോട്ട് നല്ല